വാഴക്കാട് മണന്തലക്കടവിൽ മേച്ചേരി വീട്ടിൽ അച്ചാറിന് ഉപയോഗിക്കാൻ മാറ്റിവെച്ച പഴകിയ വസ്തുക്കൾ മലപ്പുറം ഫുഡ് ആൻഡ് സേഫ്റ്റി ഓഫീസർ പരിശോധനയ്ക്കെത്തി നശിപ്പിച്ചു. ദുർഗന്ധം വമിക്കുന്ന പഴകിയ പച്ചക്കറി സാധനങ്ങളും മറ്റുമാണ് നശിപ്പിച്ചത്. മണന്തലക്കടവ് റെസിഡൻസ് അസോസിയേഷന്റെ പരാതിയിലാണ് നടപടി. അച്ചാർ നിർമ്മാണത്തിന് വാഴക്കാട് മണന്തലക്കടവ് മേച്ചേരി വീട്ടിൽ കൊണ്ടുവച്ച അഴുകിയതും വൃത്തിഹീനവുമായ സാധനങ്ങളാണ് മലപ്പുറം ഫുഡ് ആൻഡ് സേഫ്റ്റി ഓഫീസർ ഡോക്ടർ മുസ്തഫയുടെ നേതൃത്വത്തിലുള്ള സംഘം നശിപ്പിച്ചത്. നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് അച്ചാർ നിർമ്മാണശാല ആരംഭിക്കാനൊരുങ്ങിയത് നിർത്തിവെച്ചിരുന്നു. അതിഥി തൊഴിലാളികൾ താമസിച്ചിരുന്ന മേച്ചേരി വീട്ടിൽ നിന്ന് ദുർഗന്ധം ശ്രദ്ധയിൽപ്പെട്ട അയൽവാസികളും മണന്തലക്കടവ് റെസിഡൻസ് അസോസിയേഷനും നടത്തിയ പരിശോധനയിലാണ് കേടായ വസ്തുക്കൾ കണ്ടെത്തിയത്. അച്ചാർ പാക്കുകൾ പുറത്ത് ചാക്കുകളിൽ കൂട്ടിയിട്ട നിലയിലായിരുന്നു. തെരുവ് നായകളുടെ വിഹാര കേന്ദ്രമായ ഇവിടെ തുറന്ന സ്ഥലത്താണ് ഇവയെല്ലാം സൂക്ഷിച്ചിരുന്നത്. തുടർന്ന് വാഴക്കാട് പഞ്ചായത്തിലെ മണന്തലക്കടവ് എന്ന സ്ഥലത്ത് 5-ാം വാർഡിലെ ഒരു പഴയ വീടിന്റെ മുറ്റത്ത് ധാരാളം പ്ലാസ്റ്റിക് ബാരലുകളായിട്ട് ഉപയോഗശൂന്യമായ ഉപ്പിലിട്ടതും അച്ചാറുകളും സൂക്ഷിച്ചതായിട്ട് ഒരു പരാതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് വന്നു നോക്കുമ്പോൾ ധാരാളം ബാരലുകളായിട്ട് ഏകദേശം 90 കിലോഗ്രാമിന്റെ 12 ബാരലിലും 175 കിലോഗ്രാമിന്റെ 3 ബാരലിലുമായിട്ട് ഉപ്പിലിട്ടതും അതുപോലെ അച്ചാറും ധാരാളമായിട്ട് സൂക്ഷിച്ചതായി കാണുന്നു. ഇതെല്ലാം നേരത്തെയുള്ള സ്ഥാപനത്തിൽ നിന്നും ഒഴിവാക്കിയത് സൂക്ഷിക്കാനായിട്ട് കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. ഇതിലെല്ലാം ധാരാളം ഫംഗസും പൂപ്പലും ബാധിച്ച് എല്ലാം ഉപയോഗശൂന്യമായ രീതിയിലാണ്. കഴിക്കുകയാണെങ്കിൽ ശരീരത്തിന് ഹാനികരമായ രീതിയായതുകൊണ്ട് ഇതിന്റെ FBI വിളിച്ചു വരുത്തിയിട്ട് അതിന്റെ കസ്റ്റമർ കെയർ നമ്പറിൽ ഒരാളെ വിളിച്ചു വരുത്തി ഇവിടെ സ്റ്റോക്കുള്ള എല്ലാ ഐറ്റംസ് നമ്മൾ പെനോയിൽ ഉപയോഗിച്ചുകൊണ്ട് എല്ലാം നശിപ്പിച്ചിട്ടുണ്ട്. ഉപയോഗിക്കാവുന്ന കോലത്തിലല്ലാതെ ആക്കി മാറ്റിയിട്ടുണ്ട്. ഇനി ബാക്കി അവിടെ ഓൾറെഡി പാക്ക് ചെയ്ത് വെച്ച കുറച്ച് ഐറ്റംസ് ഉണ്ട്. അത് തൊട്ടടുത്ത ദിവസം നമ്മൾ പൂർണ്ണമായും നശിപ്പിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കും. ഇത്തരത്തിൽ കാണുന്ന തെറ്റായ രീതിയിലുള്ള ഫുഡ് ബിസിനസ് രീതികളെ പ്രോത്സാഹിപ്പിക്കില്ല. തീർച്ചയായും അവർക്ക് കർശന നടപടി സ്വീകരിക്കും. ഇവിടെ പരിസരത്തുള്ള റെസിഡൻഷ്യൽ അസോസിയേഷൻ്റെ മണന്തലക്കടവ് റെസിഡൻഷ്യൽ അസോസിയേഷൻ്റെ പരിസരത്തുള്ള വീട്ടുകാർ ഇവിടെ ഇങ്ങനെ അച്ചാർ കമ്പനിയായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് സാധന സാമഗ്രികൾ ഇറക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടുന്ന് ഒരു ദുർഗന്ധം വരുന്നത് കണ്ട് ഞങ്ങൾ അയൽവക്കത്തുള്ള വീട്ടുകാർ വന്ന് നോക്കിയതാണ്. അപ്പോൾ ഇവിടെ വളരെ ചീഞ്ഞളിഞ്ഞ രീതിയിലുള്ള സാധനങ്ങളാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഇത് അച്ചാറാക്കി മാറ്റുന്ന ഒരു പ്രക്രിയയാണ് ഇവിടെ അവർ നടത്താൻ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ ഈ സ്ഥലത്ത് അവർ നടത്തുന്നില്ല, പരിസരവാസികളുടെ എതിർപ്പ് കൊണ്ട്. പക്ഷേ ഇത്രയും സാമഗ്രികൾ ഇവർ ഇവിടുന്ന് എടുത്തു പോയിട്ട് മറ്റൊരു പരിസരത്ത് കൊണ്ടുപോയി ഇത് ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ഇത് സാധാരണ മലയാളികളായ ആളുകളായ ഏത് നാട്ടുകാരായാലും ഇത് ഭക്ഷിക്കുന്നുണ്ടല്ലോ എന്നൊരു ആശങ്ക ഞങ്ങൾക്കുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഇവിടെ 2 ദിവസമായിട്ട് നിരീക്ഷണത്തിലാണ്. അങ്ങനെ ഞങ്ങൾ ബന്ധപ്പെട്ട ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിനെ കാര്യങ്ങൾ അറിയിച്ച് അവരോട് വന്ന് പരിശോധിക്കുന്നുണ്ട്. പക്ഷേ ഇതുമായിട്ട് ഉത്തരവാദിത്തപ്പെട്ട ആളുകളൊന്നും ഈ പരിസരത്ത് ഇതുവരെ 3-4 ദിവസങ്ങളായിട്ട് ഞങ്ങൾ കണ്ടിട്ടില്ല. അവർ ഇതിന് ശ്രദ്ധിക്കുന്നുമില്ല. ഇവിടെ ഭക്ഷ്യയോഗ്യമല്ലാത്ത സാധനങ്ങളാണ് കാണുന്നത്. അത് വളരെ വൃത്തിഹീനമായ രീതിയിൽ ഇവിടെ കിടക്കുന്നത്. അത് നായകളും പട്ടികളും ഒക്കെ അതിന്മേൽ വിസർജിക്കുന്ന രൂപത്തിൽ. അതുപോലെ ശ്രദ്ധിക്കാൻ ഇവിടെ ആരുമില്ല. അപ്പോൾ ഇവർ ഇവിടുന്ന് എടുത്തു പോവാണ്. ഞങ്ങൾ അച്ചാർ കമ്പനി സ്ഥലത്ത് വരുന്നതെന്ന് പറഞ്ഞപ്പോൾ ഈ പരിസരത്തുള്ള ആളുകളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു. അപ്പോൾ ഇവിടെ വളരെ വൃത്തിഹീനമായ രീതിയിലുള്ള റോ മെറ്റീരിയൽസാണ് കാണാൻ സാധിച്ചത്. അത് എത്രയോ പഴക്കമുള്ള പച്ചക്കറി അവശിഷ്ടങ്ങളും മറ്റുള്ളതൊക്കെയാണ്. ഒന്ന് ഈ സ്ഥലത്ത് ചുറ്റുപാടും അടുത്തടുത്ത് വീടുകളുള്ളതാണ്. ഈ വീടുകളിലൊക്കെ ഇവർ വന്ന് ഈ സാധനങ്ങൾ ഡംപ് ചെയ്ത ആ സമയത്ത് തന്നെ ഒരു ദുർഗന്ധം വമിക്കുന്ന രീതിയിലായിരുന്നു. അതുകൊണ്ട് ഇവിടുത്തെ റെസിഡൻസ് അസോസിയേഷൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് സ്ഥലം ഒന്ന് നോക്കിയ സമയത്ത് വളരെ മോശമായ രീതിയിൽ വളരെ പഴകിയ രീതിയിലുള്ള പച്ചക്കറി അവശിഷ്ടങ്ങളെ പോലും നാണിപ്പിക്കുന്ന രീതിയിലുള്ള സാധനങ്ങളാണ് കണ്ടത്. അതുകൊണ്ട് ഞങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ അറിയിക്കുകയാണ് ചെയ്തത്. പഞ്ചായത്തിനും ലൈസൻസ് കൊടുത്ത ആളുകൾക്കും അറിയിക്കുകയാണ് ചെയ്തത്. ശേഷം അവരൊക്കെ വന്ന് പരിശോധന നടത്തിയിട്ടുണ്ട്. ഇനി അവരെടുക്കുന്ന നടപടികൾക്കനുസരിച്ച് ആയിരിക്കും കാര്യങ്ങൾ. ഇവിടെ ഒരു അച്ചാർ കമ്പനി വരുന്നതിനോ മറ്റുള്ള ആരെങ്കിലും ഒരു ഉപജീവനം നടത്തുന്നതിനോ ഈ പ്രദേശത്തുള്ള ആരും എതിരല്ല. പക്ഷേ ഇത്തരം രോഗവാഹകരായിട്ടുള്ള ഈ സംഭവങ്ങൾ അനുവദിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ അറിയിച്ചത്. എതിർപ്പിനെ തുടർന്ന് സ്റ്റോക്കുണ്ടായിരുന്ന നിരവധി സാധനങ്ങൾ കയറ്റിപ്പോയിട്ടുണ്ട്. ഈ സാധനങ്ങൾ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി ഇവർ മാരക രാസവസ്തുക്കൾ ഉപയോഗിച്ച് മാർക്കറ്റിൽ വിൽപ്പന നടത്തിയോ എന്ന ആശങ്ക നാട്ടുകാർക്കുണ്ട്.
റെസിഡൻഷ്യൽ അസോസിയേഷൻ പ്രസിഡന്റ് ബഷീർ ടി, ജനറൽ സെക്രട്ടറി മുസമ്മിൽ ടി, വൈസ് പ്രസിഡന്റ് MT അത്തീഖ്, ഭാരവാഹികളായ അഷ്റഫ് മലടിഞ്ഞയിൽ, OK ലത്തീഫ്, അൽത്താഫ്, ഷാക്കിർ P, അബ്ദു, അൻവർ തോട്ടത്തിൽ തുടങ്ങിയവരും നാട്ടുകാരും സ്ഥലത്തുണ്ടായിരുന്നു. ന്യൂസ് 10 വാഴക്കാട്. വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.